ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രൈസ് ആൻഡ് മാർക്കറ്റ്, ക്ലാസ് 9ന്റെ പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നോക്കാനായിട്ടുള്ളത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആസ് ആൻ ഇൻട്രൊഡക്ഷൻ ഇവിടെ കൊടുക്കുന്നത് എന്താന്ന് നോക്കിക്കേ. അതായത് നമ്മൾ മനുഷ്യർക്ക് നമ്മളൊരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നതിന് വളരെ അത്യാവശ്യമായിട്ട് കുറെ കാര്യങ്ങൾ വേണം അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ വായു ആണെങ്കിലും നമുക്ക് ശ്വസിക്കാൻ എയർ വേണം, നമുക്ക് കഴിക്കാൻ ഫുഡ് വേണം, അതുപോലെ വാട്ടർ വേണം, ക്ലോത്ത് വേണം, ഷെൽട്ടർ വേണം. അപ്പൊ ഇതൊക്കെ മനുഷ്യന്മാർ എന്ന നിലയിൽ നമ്മളുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങളാണ് അല്ലെ. അപ്പം ഇവയാണ് നമ്മൾ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, ബേസിക് നീഡ്സ് അല്ലെങ്കിൽ പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആയതുകൊണ്ട് തന്നെ, നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് കുറെ സംഭവങ്ങൾ വേണം. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസിക് നീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്നാണ് പറയുന്നത് അല്ലെ. ഇനി നമുക്ക് ഇത് ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളാണെങ്കിൽ ഇത് കൂടാതെ നമുക്ക് സന്തോഷം തരുന്ന മറ്റു ചില ആവശ്യങ്ങൾ കൂടെ നമുക്കുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കാർ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം അല്ലെ, ഒരു സ്കൂട്ടർ ഇല്ലെങ്കിലും ബൈക്ക് ഇല്ലെങ്കിലും ഫോൺ ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ നമ്മളെ സന്തോഷപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ കിട്ടിയാൽ കൂടുതൽ സന്തോഷമാവും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളാണ് ഇപ്പൊ കാറ്, ബൈക്ക്, ഫോൺ എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ഏറ്റവും അനിവാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷെ ഇതൊക്കെ നമ്മുടെ വാണ്ട്സിനകത്ത് വരുന്നതാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ് അല്ലെ. ഇപ്പം നമ്മളൊക്കെ തന്നെ ആണെങ്കിലും പഠിച്ച് ജോലിയൊക്കെ വാങ്ങി നമ്മളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും നമുക്കൊരു വീട് വെക്കണം, സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം എന്നൊക്കെ പറയും. അപ്പൊ ഇതൊന്നും നമ്മളുടെ എന്തല്ല, അടിസ്ഥാന ആവശ്യങ്ങളല്ല, എങ്കിൽ പോലും നമ്മൾ ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാക്കി വെച്ചിരിക്കുകയാണ് അല്ലെ. ഇനി ഇപ്പൊ എന്റെ ആഗ്രഹം ഒരു വീട് വെക്കുക എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം മറ്റെന്തെങ്കിലും ആയിരിക്കും അല്ലെ. അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങള് ആൾക്കാരിൽ നിന്ന് ആൾക്കാരിലോട്ട് പോകും തോറും അത് ഡിഫറെന്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പം ഈ ഹൗസ് ആണെങ്കിലും കാർ ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ആണെങ്കിലും ക്ലോത്ത് ആണെങ്കിലും ഷെൽട്ടർ ആണെങ്കിലും ഇതെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ എക്കണോമിക് റിസോഴ്സസ് വേണം, അഥവാ മണി വേണം അല്ലെ, പൈസ വേണം. പൈസ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതൊന്നും നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ പണമാണ് ഇതിന്റെയൊക്കെ ഏറ്റവും ആ ഒരു മൂലാധാരം എന്ന് പറയുന്നത് അല്ലെ. അതായത് ഈ പറയുന്ന ആഗ്രഹങ്ങൾ, നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് എന്ത് വേണം? പൈസ വേണം അല്ലെ. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു എൻറ്റയർ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസും ആ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മാർക്കറ്റിനെയുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. വിലയും വിപണിയും എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ, അപ്പോ നമുക്ക് ഇത്രയും പറഞ്ഞപ്പോ എന്ത് മനസ്സിലായി? നമ്മൾ ആധുനിക മനുഷ്യർക്ക് അല്ലെ, മോഡേൺ ഹ്യൂമൻ ബീങ്സിന് ഒരുപാട് ആവശ്യങ്ങളുണ്ടെന്ന് മനസ്സിലായി അല്ലെ. അതായത് ഫുഡും ക്ലോത്തും ഷെൽട്ടറും എഡ്യൂക്കേഷനും ഹെൽത്തും എന്റർടൈൻമെന്റും എല്ലാം നമ്മളുടെ ഈ പറയുന്ന ആഗ്രഹങ്ങളുടെ ഭാഗമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാസാമാസം പോയി സിനിമ കാണുവാണെന്നിരുന്നോട്ടെ, ഇപ്പൊ നമുക്ക് എന്നും സിനിമ കാണാനുള്ള ഒരു ആഗ്രഹം വരണമെന്നില്ല, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നടന്റെ സിനിമ ഇറങ്ങുമ്പോൾ അത് പോയി കാണണം എന്ന് നമുക്ക് തോന്നും അല്ലെ. പക്ഷെ ഇത് കണ്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോണില്ല, നമ്മൾ ജീവിച്ചിരിക്കാതൊന്നും ഇരിക്കുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് അത് കാണണം അതിയായിട്ടുള്ള ആഗ്രഹം വരും. അപ്പോ ആ എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ ഈ പറയുന്ന എന്താണ്, ഇതിന്റെ ഒരു ഭാഗമാണ്, നമ്മുടെ ആവശ്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു ഭാഗമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ ഇങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ആൾക്കാരാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന അല്ലെ, ഉൽപാദകർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉൽപാദകരാണ് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ട സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിച്ചു തരുന്നത് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു നോട്ട്ബുക്കിന്റെ എക്സാമ്പിൾ എടുക്കാം. നോട്ട്ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആസ് എ സ്റ്റുഡന്റ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് നോട്ട്സ് വേണം. അപ്പം ഈ ഒരു നോട്ട്ബുക്ക് നമുക്ക് ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഒരു നോട്ട്ബുക്ക് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ആവശ്യമായിട്ട് വരിക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത്
നമുക്ക് എന്തൊക്കെ വേണം? മുള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബാംബുവിന്റെ അല്ലെങ്കിൽ വുഡിന്റെ പൾപ്പ് വേണം അല്ലെ? വുഡിന്റെ പൾപ്പ് വേണം. നമുക്കറിയാം മരത്തിന്റെ പൾപ്പിൽ നിന്നാണ് നമ്മൾ പേപ്പർ ഉണ്ടാക്കുന്നത്. അപ്പൊ പേപ്പർ എല്ലാം കൂടെ തുന്നി ചേർത്താലല്ലേ നമുക്ക് അതിനെ ഒരു നോട്ട്ബുക്ക് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബാംബു അല്ലെങ്കിൽ വുഡ് പൾപ്പ് വേണം. അതിന്റെ കൂടെ മെഷീൻസ് വേണം. ആ മെഷീൻസ് റൺ ചെയ്യാനുള്ള ഫ്യൂവൽ, ഇന്ധനം വേണം. ആ മെഷീൻസ് കൊണ്ടുവെക്കാൻ നമുക്കൊരു ബിൽഡിംഗ്, ഫാക്ടറി വേണം. ആ ഫാക്ടറി നിൽക്കാൻ നമുക്ക് ലാൻഡ് വേണം. അവിടെ ജോലി ചെയ്യാൻ നമുക്ക് ലേബേഴ്സ് വേണം അല്ലെ? അപ്പൊ ഇത്രയും സാധനങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഈ ഇൻപുട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഔട്ട്പുട്ട് ആയിട്ടുള്ള നോട്ട്ബുക്ക് കിട്ടത്തുള്ളൂ അല്ലെ? അപ്പൊ ഇത്രയും ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പൊ എന്തൊരു സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിനകത്തേക്ക് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ? ഇപ്പൊ നോട്ട്ബുക്കിലാവുമ്പോൾ നമ്മൾ അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ബാംബുവിന്റെയും വുഡിന്റെയും പൾപ്പും മെഷീൻസും ഫ്യൂവലും ബിൽഡിങ്സും ലാൻഡും ലേബറും ഒക്കെ ഉപയോഗിക്കണം അല്ലെ? ഇതെല്ലാം ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് നടത്താൻ പറ്റുള്ളൂ? പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻപുട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സാധ്യമാകത്തുള്ളൂ? പ്രൊഡക്ഷൻ സാധ്യമാകത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഈ പ്രൊഡക്ഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പ്രോസസ്സ്. അതായത് ഇൻപുട്ട് അല്ലെ? ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു, അത് പ്രൊഡക്ഷൻ നടത്തുന്നു, ആൻഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ഇപ്പൊ ഈ 3 പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന പ്രൊഡക്ഷൻ പോകുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ, ഉൽപാദനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഘടനയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് പ്രൊഡക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇൻപുട്ട് ഇൻടു ഔട്ട്പുട്ട്. ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നതാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇൻപുട്ടായിട്ട് നമുക്ക് പല വസ്തുക്കളും ഉപയോഗിക്കേണ്ടി വരും. ആ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ഉൽപാദനം നടത്തി നമുക്ക് അവസാനം ഒരു പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം കിട്ടുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനും ഒന്ന് നോക്കിക്കേ. നിങ്ങളിപ്പോ ഒരു പേന വെച്ച് എഴുതുന്നുണ്ടെങ്കിൽ, ഒരു പെൻസിൽ വെച്ച് എഴുതുന്നുണ്ടെങ്കിൽ, ഒരു നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനും നോക്കുമ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന മൊബൈലോ ലാപ്ടോപ്പോ എല്ലാം ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്തെടുത്ത ഐറ്റങ്ങളാണ് അല്ലെ? നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വന്നതാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങേണ്ടത് ഇവിടം തൊട്ടാണ്. അതായത് ഉൽപാദകർ ആരാണെന്നും ഉൽപാദനം എന്താണെന്നും നിങ്ങൾ പഠിച്ചിരിക്കുക. ആ ഉൽപാദനത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഘടകങ്ങളെ അല്ലെ, നമ്മുടെ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെ, അസംസ്കൃത വസ്തുക്കളെ, റോ മെറ്റീരിയൽസിനെ നമുക്ക് ഇൻപുട്ട് എന്ന് പറയാം. ആ ഇൻപുട്ട് ഉപയോഗിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തെ നമുക്ക് ഔട്ട്പുട്ട് എന്നും പറയാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കാറ് വാങ്ങണം എന്നുണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കാറ് വാങ്ങണം എന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത് ബൈക്കാണ്. ഓക്കെ, എല്ലാവർക്കും കാറ് വാങ്ങണം എന്നുണ്ട്. പക്ഷെ ആൾക്കാരുടെ എല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന വിപണിയില്, മാർക്കറ്റിൽ കൂടുതലും നമുക്ക് കിട്ടുന്നത് ബൈക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിക്കും, കൂടുതൽ കാറാണ് ആൾക്കാർക്ക് വേണ്ടത്, അഥവാ ഡിമാൻഡ് കൂടി നിൽക്കുന്നത് കാറിനാണ് അല്ലെ? ഡിമാൻഡ് കൂടുതലുള്ളത് കാറിനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കൂടേണ്ടതും കാറിന്റെ അല്ലേ? അതായത് നമുക്ക് ബൈക്കിന് വലിയ പിടിയില്ല, ആൾക്കാർക്ക് ഇപ്പം ബൈക്ക് അങ്ങനെ വേണ്ട, ആൾക്കാർക്ക് കാറാണ് വേണ്ടത്. അപ്പൊ ഇവിടെ എന്തും കൂടണം? പ്രൊഡക്ഷൻ അല്ലെ? കാറിന്റെ ഉൽപാദനം കൂടണം. കാറിന്റെ ഉൽപാദനം കൂടാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആൾക്കാർക്ക് കാറ് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഡിമാൻഡ് കൂടുമ്പോ നമുക്ക് എന്ത് കൂട്ടണം? പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനം കൂടെ കൂട്ടണം അല്ലെ? ഒരു സാധനത്തിന് ഡിമാൻഡ് കൂടിയിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ അതിന്റെ പ്രൊഡക്ഷൻ കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ ഇതിനെ കൂട്ടാം? ഓക്കെ, അപ്പൊ ഡിമാൻഡ് കൂടുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പ്രൊഡക്ഷൻ കൂട്ടാം എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഉൽപാദകർ എടുക്കുന്ന ചില പൊടിക്കൈകൾ നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പം ഡിമാൻഡ് കൂടിയിരിക്കുന്ന ഒരു വസ്തുവിന് അവർക്ക് പ്രൊഡക്ഷൻ, ഉൽപാദനം കൂട്ടണം. അപ്പൊ ഉൽപാദനം കൂട്ടണമെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ അവർക്ക് അതിനകത്ത് വരുത്താൻ പറ്റും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളുടെ അളവ് കൂട്ടിക്കൂടെ? അതായത് നേരത്തെ നമ്മൾ 10 ബാംബു ആണ്, 10 മുളയുടെ പൾപ്പാണ് എടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കത് 100 ബാംബുവിന്റെ പൾപ്പാക്കാം. അപ്പൊ നോട്ട്ബുക്കുകളുടെ, പേപ്പറുകളുടെ എണ്ണം കൂടത്തില്ലേ? അപ്പൊ നമുക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തത്, നമുക്ക് ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ചൂടെ? ഇപ്പൊ നേരത്തെ നമുക്ക്
10 ആൾക്കാരെ വെച്ച് ചെയ്യുന്നത് ഇപ്പൊ ഒരു മെഷീൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. ഇപ്പൊ ഒരു മെഷീന് ഇപ്പൊ 10ന് പകരം ഇപ്പം 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ കൂടി. അപ്പൊ ബെറ്റർ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത നമുക്ക് കൂട്ടാനായിട്ട് പറ്റണം. ഓക്കെ, ഉൽപാദനക്ഷമത നമുക്ക് കൂട്ടാനായിട്ട് പറ്റണം. അതായത് ഒരാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കൂട്ടുക. ഇപ്പൊ നേരത്തെ ഒരാൾക്ക് 10 യൂണിറ്റ് പേപ്പറെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ഒരു 20 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻപുട്ടിന്റെ എണ്ണം കൂട്ടാം അല്ലെ, ഇൻപുട്ടിന്റെ എണ്ണം കൂട്ടാം, നല്ല സാങ്കേതിക വിദ്യ ടെക്നോളജി ഉപയോഗിക്കാം, അതുപോലെ തന്നെ നല്ല ഉൽപാദനക്ഷമത കൂട്ടാം. അതായത് ഉൽപാദനക്ഷമത എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.